മക്കളെ നമ്മള് മണി ആൻഡ് ക്രെഡിറ്റ് ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മള് ബാങ്കിന്റെ മണി എങ്ങനെ വന്നു എന്ന് പഠിച്ചു, ബാർട്ടർ സിസ്റ്റം പഠിച്ചു, മണി പഠിച്ചു, ചെക്കുകൾ പഠിച്ചു, ബാങ്കിന്റെ മെത്തേഡ് ഓഫ് ഡീലിംഗ് അല്ലെ, ബാങ്ക് എങ്ങനെയാണ് ഡെപ്പോസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്നത്, എന്നിട്ട് അതെങ്ങനെയാണ് ലോൺ ആയിട്ട് കൊടുക്കുന്നത് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ 2 എക്സാമ്പിൾസ് കണ്ടു അല്ലെ, ഒരു ഷൂ മാനുഫാക്ചർ കാര്യം കണ്ടു, സ്വപ്ന എന്ന് പറയുന്ന ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളല്ലേ, അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ഒരാളുടെ അവസ്ഥയും കണ്ടു. അങ്ങനെ 2 എക്സാമ്പിൾ നമ്മൾ കണ്ടു. നമ്മള് ബാക്കിയും കൂടെ ചാപ്റ്ററിന്റെ ബാക്കിയിലേക്ക് നോക്കാം. ടേംസ് ഓഫ് ക്രെഡിറ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുകയാണ് ടേംസ് ഓഫ് ക്രെഡിറ്റ്. ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ every loan agreement specifies an interest rate which the borrower must pay to the lender along with the repayment of the principal. In addition, lenders may demand collateral against loan. അപ്പം എല്ലാ ലോൺ അഗ്രിമെന്റും എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയും. ഇൻട്രസ്റ്റ് റേറ്റ് the borrower must pay to the lender along with the repayment of the principal. അപ്പം ഒരാള് പൈസ ഒരാളെ കയ്യിൽ നിന്നും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റും കൂടെ പറയും അല്ലെ, കുറച്ചും കൂടെ പലിശയായിട്ട് കുറച്ച് ഒരു ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും. And in addition, lenders may demand collateral, security against loan. അപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കൊളാറ്ററലും കൂടെ വാങ്ങിക്കാൻ പറ്റും. അതായത് ഒരു ലെൻഡർ ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കടമായിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല അല്ലെ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? കൊളാറ്ററൽ ആയിട്ട് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വാങ്ങി കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കൊളാറ്ററൽ ഈസ് ആൻ അസറ്റ്. അതെന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് ദാറ്റ് ദ ബറോവർ ഓൺസ്. അപ്പൊ ബറോവറുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു അസറ്റ് എടുത്തിട്ട് ഈ ലെൻഡർക്ക് സെക്യൂരിറ്റി ആയിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റും. that the borrower owns such as land ആവാം, അസറ്റ് ഏതൊക്കെ ആവാം? ഈ കൊളാറ്ററൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആവാം? കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം? ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, വെഹിക്കിൾ ആവാം, ലൈഫ് സ്റ്റോക്സ് ആവാം, അല്ലെങ്കിൽ deposits with a bank deposit ഒക്കെ ആവാം. And uses this as a guarantee to a lender until the loan is repaid. അപ്പം ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കടം കൊടുക്കുന്ന സമയത്ത്, ലോൺ കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല അല്ലെ. പൈസ കൊടുത്തിട്ടുണ്ട്, അപ്പൊ തിരിച്ചു കിട്ടണ്ടേ. അപ്പൊ റീപേയ്മെന്റിന്റെ സമയത്ത് കൊളാറ്ററൽ ആയിട്ട് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അല്ലെ, എന്തെങ്കിലും ഒരു സാധനം, ഇല്ലെങ്കിൽ അയാൾ ഓൺ ചെയ്യുന്ന ലാൻഡോ അല്ലെങ്കിൽ ഹൗസോ ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം അല്ലെ, ലൈഫ് സ്റ്റോക്സോ വെഹിക്കിളോ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ആയിട്ട് ലെൻഡർക്ക് കിട്ടും. If the borrower fails to repay the loan, the lender has the right to sell the asset or collateral to obtain payment. ഇനി ഇൻ കേസ് അയാൾ എന്ത് ചെയ്യുന്നില്ല, ലോൺ വാങ്ങിച്ച ബറോവർ എന്ത് ചെയ്യുന്നില്ല, പൈസ തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ ലെൻഡ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്യൂരിറ്റി ഉണ്ട് അയാളുടെ കയ്യിൽ അല്ലെ, ഹൗസ് ആയിട്ടോ ലാൻഡോ വെഹിക്കിളോ ഒക്കെ ഉണ്ട്, അത് വിറ്റിട്ട് പൈസ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, properties such as land titles, deposits with banks, livestock are some common examples of collateral used for borrowing. ഒരു ഹൗസ് ലോണിന്റെ കഥ പറയാണ്. ഹൗസ് ലോൺ. Megha has taken a loan of ₹5 lakhs from the bank to purchase a house. അപ്പൊ മേഘ ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പം ഇയർലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, വർഷത്തിലാണ് ഇൻട്രസ്റ്റ് പറയുന്നത്. അപ്പം ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദി ലോൺ ഈസ് 12%. 12% എന്ത് പലിശ വരുന്നത്. ആൻഡ് ദ ലോൺ ഈസ് ടു ബി റീപെയ്ഡ് ഇൻ 10 years in monthly installments. അപ്പം ലോണ് 10 വർഷം കൂടുമ്പം അടച്ചാൽ മതി, മാസത്തിൽ എന്ത് വരും? അടവ് ഉണ്ടാവും. Megha had to submit to the bank. എന്തൊക്കെ കൊടുക്കണം? അപ്പം
മേഘയ്ക്ക് 5 ലക്ഷം രൂപ ബാങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മേഘ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്? മേഘ ഹാഡ് ടു സബ്മിറ്റ് ടു ദ ബാങ്ക് ഡോക്യുമെന്റ് ഷോയിങ് ഹെർ എംപ്ലോയ്മെന്റ് റെക്കോർഡ്സ് അല്ലെ, അവളുടെ ജോലി കാര്യങ്ങൾ കൊടുക്കണം, സാലറി കൊടുക്കണം അല്ലെ, സാലറിന്റെ കാര്യങ്ങൾ, അവർക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട് എന്ന് ബാങ്കിനെ കാണിക്കണം, ബാങ്കിന് സാലറി കാണിച്ചു കൊടുക്കണം. കാരണം എന്താ, സാലറി എത്രയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ബാങ്കിന് ആ പൈസ, ബാങ്ക് കൊടുത്ത പൈസ ബാങ്കിന് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ മാഗിക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. സാലറി നല്ല ഉള്ള ആളാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാങ്കിന് തിരിച്ചു കിട്ടുമോ പൈസ എന്നുള്ളൊരു ഉറപ്പുണ്ടാവുള്ളൂ. അപ്പം സാലറിന്റെ ഡീറ്റെയിൽസ് ബിഫോർ ദ ബാങ്ക് അഗ്രി ടു ഗിവ് ഹർ ദി ലോൺ. അപ്പം ബാങ്കിന് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും സാലറി ഡീറ്റെയിൽസും ഒക്കെ എന്ത് ചെയ്യണം, മേഘ കാണിക്കേണ്ടി വന്നു. ദ ബാങ്ക് റിറ്റെയിൻഡ് ആസ് കൊളാറ്ററൽ. എന്താ കൊളാറ്ററൽ ആയിട്ട് ബാങ്ക് എടുത്തത്? സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് എന്താ ചോദിച്ചത്? ദ പേപ്പേഴ്സ് ഓഫ് ദ ന്യൂ ഹൗസ് വിച്ച് വിൽ ബി റിട്ടേൺ ടു മേഘ ഓൺലി വെൻ ഷീ റീപേസ് ദി എൻറ്റയർ ലോൺ വിത്ത് ഇൻട്രസ്റ്റ്. അപ്പം സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് വാങ്ങിയിട്ടുള്ളത് എന്താണ്? വീട് വാങ്ങിച്ചതിന്റെ പേപ്പേഴ്സ് ആണ്. അത് ബാങ്ക് മേഘയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും. വൺസ് എപ്പോ കൊടുക്കും ബാങ്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് മേഘ എടുത്തിട്ടുള്ള ലോൺ അല്ലെ, 5 lakhs വിത്ത് ഇൻട്രസ്റ്റ്, 12% ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് മേഘ എപ്പോഴാണോ തിരിച്ച് പൈസ അടയ്ക്കുന്നത് ആ സമയത്ത് ഈ ഡോക്യുമെന്റ്സ് ബാങ്ക് മേഘയ്ക്ക് തിരിച്ചു കൊടുക്കും. ക്ലിയർ ആണോ? Interest rate, collateral and documentation requirement and the mode of repayment together comprise what is called terms of credit. അപ്പം ഒരു ക്രെഡിറ്റിന്റെ ടേംസ് ആണ് ടേംസ് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇൻട്രസ്റ്റ് റേറ്റ്, എത്ര പലിശയുണ്ട്, കൊളാട്രൽ എന്താണ് അല്ലെ, കൊളാട്രൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എന്താണ്, ലാൻഡ് ആണോ വെഹിക്കിൾ ആണോ, എന്തെങ്കിലും ലാൻഡ്, വെഹിക്കിൾ, ലൈഫ് സ്റ്റോക്സ്, അങ്ങനത്തെ എന്ത് സാധനമാണ് കൊളാട്രൽ ആയിട്ട് യൂസ് ചെയ്തത്. ആൻഡ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് അല്ലെ, ആൻഡ് ദ മോഡ് ഓഫ് റീപേയ്മെന്റ്, എങ്ങനെയാണ് മോഡ് ഓഫ് റീപേയ്മെന്റ്, എങ്ങനെയാണ് റീപേയ്മെന്റ് നടത്തിയത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, വാട്ട് ഈസ് കോൾഡ് ദി ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. The terms of credit vary substantially from one credit arrangement to other. They may vary depending on the nature of the lender and the borrower. അപ്പം ലെൻഡർക്കും ബറോവർക്കും അനുസരിച്ചിട്ട് ഈ ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യാം, വ്യത്യാസം വരാം. ഇനി നമ്മൾ നോക്കുന്നതാണ് ലോൺസ് ഫ്രം കോപ്പറേറ്റീവ്സ്. ബാങ്കിലെ ലോണുകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കുന്നത് കോപ്പറേറ്റീവ്സിലെ ലോണുകളെ പറ്റിയിട്ടാണ്. ബിസൈഡ്സ് ബാങ്ക്സ് ദി അതർ മേജർ സോഴ്സ് ഓഫ് ചീപ്പ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഫ്യൂച്ചറിൽ പേ ചെയ്യുന്ന മുന്നേ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ ഗുഡ്സ് എന്തെങ്കിലും പൈസ എന്തൊക്കെ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ ബിസൈഡ് ബാങ്ക്സ് ദ അതർ മേജർ സോഴ്സ് ഓഫ് ചീപ്പ് ക്രെഡിറ്റ് ഇൻ റൂറൽ areas are the cooperative societies or cooperatives. Members of a cooperative pool their resources for cooperation in certain areas. അപ്പം ഇത് റൂറൽ ഏരിയാസിൽ ഉള്ള സാധനമാണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ. കുറെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടോ, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് കണ്ടോ. ഫാമേഴ്സ് കോപ്പറേറ്റീവ്സ് അല്ലെ, കൃഷി ചെയ്യുന്ന കാർഷികവുമായി ബന്ധപ്പെട്ടത്. വീവേഴ്സ് കോപ്പറേറ്റീവ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് എക്സെട്ര. അപ്പം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ബാങ്കിനെ കൂടാതെ ബിസൈഡ്സ് ബാങ്ക്സ് ദി അതർ മേജർ സോഴ്സ് ഓഫ് ചീപ്പ് ക്രെഡിറ്റ്. ഇൻ ചീപ്പായിട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെ, ബാങ്കിനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും വരൂല അല്ലെ. സോ major source of cheap credit in rural areas are the cooperative societies. Members of a cooperative pool their resources for cooperation in certain areas. അപ്പം കോപ്പറേറ്റീവ്സിന്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാമേഴ്സ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, വീവേഴ്സ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് എക്സെട്ര. ഇതാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. കൃഷക് കോപ്പറേറ്റീവ് ഫങ്ഷൻസ് ഇൻ എ വില്ലേജ് നോട്ട് വെരി ഫാർ അവേ ഫ്രം സോൻപൂർ. അപ്പം ഒരു എക്സാമ്പിൾ ആണ് ഒരു കോപ്പറേറ്റീവിന്റെ. ഇറ്റ് ഹാസ് 2300 ഫാമേഴ്സ് ആസ് മെമ്പേഴ്സ്. അപ്പം 2300 ഫാമേഴ്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആണ് കൃഷക് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്സെപ്റ്റ്സ്
ഡെപ്പോസിറ്റ്സ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പം ആ കോപ്പറേറ്റീവ് മെമ്പേഴ്സിന്റെ അകത്തുനിന്ന് അവര് ഡെപ്പോസിറ്റ്സ് എടുക്കും. എന്നിട്ടോ with these deposits are collateral, the cooperative has obtained a large loan from the bank. അവർ ഈ ചെയ്യുന്ന ഡെപ്പോസിറ്റ്സിനെ അവര് കൊളാറ്ററൽ ആയിട്ട് കണ്ടുകൊണ്ട്, അല്ലെ, ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് കോപ്പറേറ്റീവ് എന്ത് ചെയ്യും? ലാർജ് ലോൺ ഫ്രം ദി ബാങ്ക്. ബാങ്കിൽ നിന്നും കോപ്പറേറ്റീവ്സ് ലോൺ എടുക്കും. These funds are used to provide loans to the members. അപ്പം ഈ മെമ്പേഴ്സിന് എന്ത് ചെയ്യും? ആ മെമ്പേഴ്സ് ഇല്ലേടാ, ആ കോപ്പറേറ്റീവിന്റെ കീഴിൽ വരുന്ന മെമ്പേഴ്സിന് ആ ഒരു ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? പൈസ കൊടുക്കും. Once these loans are repaid, another round of lending can take place. അപ്പം ഒരു വട്ടം പൈസ എടുത്തു, അത് തിരിച്ചെടുത്തു കഴിഞ്ഞാല് നെക്സ്റ്റ് ഒരു വട്ടം കൂടെ ചെയ്യാൻ പറ്റും. Krishak Cooperative provides loans for the purchase of agricultural implements, loans for cultivation and agricultural trade, fishery loans, loans for construction of houses, and for a variety of other expenses. അപ്പം ഫിഷറീസിലായിക്കോട്ടെ, അഗ്രികൾച്ചറിലായിക്കോട്ടെ, ബാക്കി സാധന കൺസ്ട്രക്ഷനിലായിക്കോട്ടെ, ഇതിനൊക്കെയുള്ള ലോൺസ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഫോർമൽ ക്രെഡിറ്റ്സ്. ഓക്കെ, ഫോർമൽ സെക്ടർ ക്രെഡിറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ the various types of loans can be conveniently grouped as formal sector loans and informal sector loans. അപ്പം ലോണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പൊ ഫോർമൽ സെക്ടർ ലോൺസും ഉണ്ട്, ഇൻഫോർമൽ സെക്ടർ ലോൺസും ഉണ്ട്. Among the former are loans from banks and cooperatives. അപ്പം ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർമൽ സെക്ടറിനകത്ത് വരിക ലോൺസ് ഫ്രം എന്താടാ? ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്. അപ്പം ബാങ്കിന്റെ അകത്തുനിന്നും കോപ്പറേറ്റീവ്സിന്റെ അകത്തുനിന്നുള്ള ലോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ സെക്ടർ ലോൺസ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻഫോർമൽ ലെൻഡേഴ്സ് ഇൻക്ലൂഡ് മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഇൻഫോർമൽ ആയിട്ടുള്ള ലോണുകളാണ്. അപ്പൊ ഫോർമൽ ആയിട്ടുള്ളതാണ് ബാങ്കും കോപ്പറേറ്റീവ്സും. അവർ രണ്ടുപേരും RBIന്റെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ഇൻഫോർമൽ ആയിട്ടുള്ളതാണ് എന്താ? ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നത്. ഇതൊരു ഡയഗ്രാം ആണ്. സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് പെർ ₹1000 of rural households in India in 2012. അപ്പം റൂറലിലുള്ള ആൾക്കാര്, റൂറൽ ഹൗസ് ഹോൾഡ്സിലുള്ള ആൾക്കാര് എങ്ങനെയാണ് പൈസ എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം. ഒന്നുമില്ല, മണി ലെൻഡറുടെ കയ്യിൽ നിന്ന് 33% എടുക്കുന്നുണ്ട്. ഇതിൽ നോക്കൂ നിങ്ങൾ, അറൌണ്ട് 25% അല്ലെ, 25% അവര് എടുക്കുന്നത് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും കാൽഭാഗം അല്ലെ. ഒരാള് എടുക്കുന്ന ലോണിന്റെ 25% ആണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുള്ളൂ. ബാക്കി ലെൻഡർ കയ്യിൽ നിന്ന്, റിലേറ്റീവ്സിന്റെ, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുക അല്ലെ. വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏജൻസി വഴിയൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടുകൾ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉണ്ടാവും, അവിടെ നിന്നാണ് 25% എടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏജൻസീസ്, അങ്ങനെയൊക്കെ മണി ലെൻഡറെ കയ്യിൽ നിന്ന് 33% അല്ലെ. അപ്പൊ റൂറൽ ഏരിയാസില് ബാങ്കില് 25%, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് 33% ആണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാര് പൈസ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ആ ഒരു ഇമ്പാക്ട് ആണ് ഇത്. ബാങ്കിന്നോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിനോ 25%, പക്ഷെ അതിനേക്കാളും കൂടുതൽ എടുക്കുന്ന എവിടുന്ന? മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. ഇൻഫോർമൽ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം ആണ്, ഇൻഫോർമൽ ആയിട്ടുള്ള മണി ആണ് അവരെടുക്കുന്നത്. ഓക്കെ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂപ്പർവൈസസ് ദ ഫങ്ഷനിങ് ഓഫ് ഫോർമൽ സോഴ്സ് ഓഫ് ലോൺസ്. അപ്പം ഫോർമൽ എന്ന് പറയുന്നത് ഏതായിരുന്നു? ബാങ്കുകൾ ഉണ്ടായിരുന്നു, ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റി.
അല്ലെ? അപ്പം ഈ ബാങ്ക്സിനെയും കോപ്പറേറ്റീവ് സൊസൈറ്റിനെയും ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? ആരാ? RBI ആണ് അല്ലെ? അപ്പൊ ബാങ്കിനെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് RBI ആണ്. ഫോർ ഇൻസ്റ്റൻസ് വി ഹാവ് സീൻ ദാറ്റ് ദ ബാങ്ക്സ് മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ് ബാലൻസ് ഔട്ട് ഓഫ് ദി ഡെപ്പോസിറ്റ്സ് ദേ റിസീവ് അല്ലെ? ബാങ്ക് നമ്മൾ എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 15% എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് കയ്യിൽ വെക്കുന്നുണ്ട്. The RBI monitors the banks in actually maintaining cash balance. അപ്പം അവര് ക്യാഷ് ബാലൻസ് ഒക്കെ വെക്കുന്നുണ്ടോ എന്നൊക്കെ ആര് മോണിറ്റർ ചെയ്യുന്നുണ്ടാ? RBI മോണിറ്റർ ചെയ്യുന്നുണ്ട് ബാങ്കിന്റെ കേസിൽ. Similarly, the RBI sees that the banks give loans not just to profit making businesses and traders. അപ്പൊ ബാങ്കുകള് RBI കാണുന്നുണ്ട് ബാങ്കുകള് ബിസിനസ്സുകാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല ലോണുകൾ കൊടുക്കുന്നത്, ബട്ട് ഓൾസോ ടു സ്മോൾ കൾട്ടിവേറ്റേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ടു സ്മോൾ ബറോവേഴ്സ് എക്സെട്ര. അപ്പം ചെറിയ വായ്പകളും കൊടുക്കുന്നുണ്ട്, വലിയ ലോൺസും ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. പീരിയോഡിക്കലി ബാങ്ക്സ് ഹാവ് ടു സബ്മിറ്റ് ഇൻഫർമേഷൻ ടു ദി RBI. അപ്പം ബാങ്കുകൾ എന്ത് ചെയ്യണം? RBIക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. So, bank has to submit information to the RBI on how much they are lending. എത്രയാണ് അവർ ലെൻഡ് ചെയ്യുന്നത്, ആർക്കാണ് ലെൻഡ് ചെയ്യുന്നത്, at what interest rate etc. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാന്നൊക്കെ അവർ എന്ത് ചെയ്യണം? RBIക്ക് കാണിച്ചു കൊടുക്കണം. There is no organization which supervises the credit activities of lenders in the informal sector. അപ്പം ഇൻഫോർമൽ സെക്ടേഴ്സ് അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന്, റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്, അല്ലെ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മള് പൈസ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? There is no organization which supervises the credit activities of lenders in the informal sector. They can lend at whatever interest rate they choose. അപ്പം ഈ മണി ലെൻഡേഴ്സിനൊക്കെ അവര് നിശ്ചയിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് എന്ത് ചെയ്യാൻ പറ്റുക? പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുക. There is no one to stop them from using unfair means to get their money back. അപ്പം അവരെ ആരും എന്ത് ചെയ്യില്ല, അവർക്ക് there is no one to stop them from using unfair means to get their money back. Compared to the formal lenders, most of the informal lenders charge a much higher interest on loans. അപ്പം informal lenders ഉണ്ട് അല്ലെ, informal lenders എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കൊടുക്കുന്നുണ്ട്, പൈസക്ക് അവര് ഹൈ ഇൻട്രസ്റ്റ് ആണ് ഈടാക്കുന്നത്. പക്ഷെ ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ എന്താ ചെയ്യുന്നത്? ഒരു മീഡിയം അല്ലെ കുറഞ്ഞ ഇൻട്രസ്റ്റിലാണെങ്കിൽ മണി ലെൻഡേഴ്സ് ഹൈ ഇൻട്രസ്റ്റിലാണ് പൈസ കൊടുക്കുന്നത്. പക്ഷെ ബാങ്കുകളെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് അല്ലെ, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അവരുടെ റീപേയ്മെന്റ്, അവർ ആർക്കാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത്, ഇതൊക്കെ RBI മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഫോർമൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യില്ല? മോണിറ്റർ ചെയ്യാനില്ല. Thus the cost of the borrower of informal loans is much higher. അപ്പം ഇൻഫോർമൽ ലോൺസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹയർ ആണ്. ഹയർ കോസ്റ്റ് ഓഫ് ബറോയിങ് മീൻസ് എ ലാർജർ പാർട്ട് ഓഫ് ദി ഏർണിംഗ്സ് ഓഫ് ദി ബറോവേഴ്സ് ഇസ് യൂസ്ഡ് ടു റീപേ ദി ലോൺ. അപ്പം അത് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ? ഈ ബറോവർക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിൽ കുറെ പൈസേന്റെ ആവശ്യമുണ്ട് അല്ലെ, ലോണൊക്കെ റീപേ ചെയ്യാൻ ഒരുപാട് പൈസ ആവശ്യമുണ്ട് ബറോവർക്ക് എന്നുണ്ടെങ്കിൽ അയാളുടെ ഏർണിങ്സിന്റെ വലിയൊരു പാർട്ട് എവിടെ പോകും? ലോൺ അടച്ചു തീർക്കും അല്ലെ. അപ്പൊ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർണിങ്സിന്റെ വലിയൊരു പാർട്ട് എങ്ങോട്ടേക്ക് പോകും? ലോൺ റീപേയ്മെന്റ് വരും അല്ലെ. 5,000 10,000 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് ലോണ് റീപേ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഏർണിങ്സ് എന്തായിട്ട് പോവും? നമ്മുടെ ഏർണിങ്സ് നമുക്ക് വേറെ കാര്യത്തിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ അടയ്ക്കേണ്ടി വരും. ഹെൻസ് ബറോവേഴ്സ് ഹാവ് ലെസ് ഇൻകം ലെഫ്റ്റ് ഫോർ ദംസെൽസ് അല്ലെ. അപ്പൊ ബറോവേഴ്സിന് എന്തേ ഉണ്ടാവുള്ളൂ? ഇൻകം കുറയും. കാരണം അവരുടെ ഇൻകത്തിന്റെ മേജർ പോർഷൻ എങ്ങോട്ടേക്ക് പോകും? ലോൺ റീപേയ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. In certain cases, the high interest rate for borrowing can mean that the amount to be repaid is greater than the income of the borrower. അപ്പം ചില കേസസിൽ അയാൾക്ക്
റീപേ ചെയ്യേണ്ട പൈസ എന്ന് പറയുന്നത് അല്ലെ, അയാൾ ലോൺ എടുത്തു, അയാൾക്ക് കുറെ പൈസ റീപേ ചെയ്യണം. ചില കേസിൽ അയാൾക്ക് കിട്ടുന്ന ഇൻകം ഇല്ലേടാ, അയാൾ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇൻകത്തിനേക്കാളും കൂടുതൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ലോണ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ദിസ് കുഡ് ലീഡ് ടു ഇൻക്രീസിങ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ട്രാപ്പ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് കുറച്ച് ഇൻകം ഉള്ളൂ. ഇപ്പം 1000 രൂപ ഇൻകം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അടയ്ക്കേണ്ടുന്ന ലോൺ 5000 ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാൾ ആ 5000 ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് 5000 രൂപ ലോൺ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ബാക്കി 4000 എന്ത് ചെയ്യും, ഓരോ മാസത്തിലും വേറെ വേറെ ആൾക്കാരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡെപ്റ്റ് പിന്നെയും എന്ത് ചെയ്യുക ചെയ്യുന്നത്, കൂടിക്കൂടി ഡെപ്റ്റ് ട്രാപ്പ് ആവും അല്ലെ. ഓൾസോ പീപ്പിൾ ഹു മൈറ്റ് വിഷ് ടു സ്റ്റാർട്ട് ആൻ എന്റർപ്രൈസ് by borrowing may not do so because of the high cost of borrowing. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും ബറോ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എവിടെന്നും കടം വാങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, അയ്യോ ഇതെങ്ങനെ നമ്മള് തിരിച്ചടയ്ക്കും അല്ലെ, ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഹൈ കോസ്റ്റ് ഓഫ് ബറോയിങ് ആലോചിച്ചിട്ട് എടുക്കാറുമില്ല. For these reasons, banks and cooperative societies need to lend more. അപ്പം എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനു വേണ്ടിയിട്ട് ബാങ്കും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ കൂടുതൽ ലെൻഡ് ചെയ്യണം. This would lead to higher incomes and many people could then borrow cheaply for a variety of needs. അപ്പം ബാങ്കുകൾക്ക് കുറെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യും, ബാങ്ക് പൈസ കടം കൊടുക്കും അല്ലെ, ലോൺ ആയിട്ട് കൊടുക്കും. അപ്പൊ ബാങ്കിന്റെ ഇൻകം കൂടുകയും ചെയ്യും, ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാനും പറ്റും. They could grow crops, do business, set up small scale industries, etc. They could set up new industries or trade in goods. Cheap and affordable credit is crucial for the country's development. അപ്പം ഒരു കൺട്രിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ക്രെഡിറ്റ് ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഹൈ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൈ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, ക്രെഡിറ്റ് എടുത്ത് റീപേ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും, പ്രശ്നത്തിലാവും അല്ലെ. അപ്പം ചീപ്പ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആണ് ഒരു കൺട്രിയിൽ അല്ലെ. അപ്പൊ കൺട്രിയിൽ കുറെ ആൾക്കാര് നല്ല രീതിയിൽ ചീപ്പ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ കുറച്ച് പൈസയൊക്കെ ലോൺ എടുത്തിട്ട് ചെറിയ ബിസിനസ് അല്ലെ, ചെറിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അഗ്രികൾച്ചറുകൾ അല്ലെ, പുതിയ രീതിയിലുള്ള കൃഷികൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് അതിനകത്തുനിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നല്ല രീതിയിലുള്ള ഇൻകം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ പലിശയിലാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടച്ചു തീർക്കാനും പറ്റും. ക്ലിയർ അല്ലേടാ? ഇതൊന്നുമില്ല, ഇൻഫോർമൽ സെക്ടറിനും ഫോർമൽ സെക്ടറിനും ആൾക്കാര് ലോൺ എടുത്തിരിക്കുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് ഇതിനകത്ത് ഇട്ടത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇൻഫോർമൽ സെക്ടറിന് ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ അല്ലെ, പുവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ഹൗസ് ഹോൾഡ്സ് അല്ലെ, റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ഹൗസ് ഹോൾഡ്സ് 85% ആൾക്കാർ അല്ലെ, ഇത്രയും മേജർ പോർഷൻ എന്താണ്, ഇൻഫോർമൽ അല്ലെ, ഇൻഫോർമൽ ആയിട്ടുള്ള ഈ മണി ലെൻഡേഴ്സിന്റെ ഒക്കെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ. പുവർ ഹൗസ് ഹോൾഡേഴ്സ് ഇത്രയും ടോപ്പ് ഓഫ് ഇത്രയും ആൾക്കാർ എന്തായിട്ട് 85% എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്. അവര് ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന് എടുത്തിട്ടുള്ളത് ഈ ഒരു 15% മാത്രമാണ് എന്ത്, ഫോർമൽ സെക്ടറിന് എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക, ഇത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി റിച്ച് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 90% അല്ലെ, 90% ആൾക്കാരും എവിടുന്നാണ് പൈസ എടുത്തിട്ടുള്ളത്, ഫോർമൽ സെക്ടറിനാണ് എടുത്തിട്ടുള്ളത്. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കും കോപ്പറേറ്റീവ്സ് അല്ലെ. അപ്പൊ 90% ആൾക്കാര് റിച്ച് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സ് 90% ഫോർമലും ഓൺലി 10% ആണ് ഈ ഇൻഫോർമലിന് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ പോർ ഹൗസ് ഹോൾഡ്സിൽ ഇൻഫോർമേഴ്സ് 85% എടുത്തിട്ടുണ്ട്, റിച്ച് ആണെങ്കിൽ ഫോർമലിന് 90% എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ആ ഡിവിഷൻ? ഓക്കെ, നെക്സ്റ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ക്രെഡിറ്റ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചാർട്ട് തന്നെയാണ്. In the given graph,
85% of the loans taken by poor households in the urban areas are from informal source. അപ്പം അർബൻ ഏരിയ, റൂറലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അർബൻ ഏരിയാസിലുള്ള ഇൻഫോർമൽ സോഴ്സിൽ നിന്നാണ് 85% പീപ്പിളും എടുത്തിട്ടുള്ളത്. ഇൻ റിച്ച് ആയിട്ടുള്ള, ഇത് സെയിം തന്നെയാണ്, റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും എന്താ സംഭവിക്കുന്നത്, റിച്ച് ആയിട്ടുള്ള അർബൻ ഹൗസ് ഹോൾഡ്സ് മേ only 10% of their loans are from informal sources, while 90% are from formal sources. നിങ്ങൾ കണ്ടില്ലേ ഡയഗ്രാം? ഇത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, 90% അവര് ഫോർമൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്, അവര് 85% എന്തെല്ലാം എടുത്തിട്ടുള്ളത്, ഇൻഫോർമൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. A similar pattern is also found in rural areas. The rural households are, the rich households are availing cheap credit from formal lenders, whereas the poor households pay a large amount for borrowing. അപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാര് റൂറൽ ഏരിയാസില് ദ റിച്ച് ഹൗസ് ഹോൾഡ്സ് ആർ അവൈലിംഗ് ചീപ്പ് ക്രെഡിറ്റ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാര് ചീപ്പ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ എവിടെ നിന്ന് എടുക്കും, ഫോർമൽ ലെൻഡേഴ്സ് എന്ന് എടുക്കും. അതായത് ബാങ്ക് എന്നും കോപ്പറേറ്റീവ്സ് എന്നൊക്കെ അവര് പൈസ എടുക്കും. വെറാസ് ദ പുവർ ഹൗസ് ഹോൾഡ്സ് പേ എ ലാർജ് എമൗണ്ട് ഫോർ ബറോയിങ്. ഇൻഫോർമൽ ബേസിലായിരിക്കും അവര് എടുക്കുന്നുണ്ടാവുക. It suggests that the formal sector still meets only about half of the total credit needs of the rural people. അപ്പം ഫോർമൽ സെക്ടർ ഉണ്ട് അല്ലെ, ഫോർമൽ സെക്ടർ ഉണ്ട്, പക്ഷെ റൂറൽ പീപ്പിളിന്റെ ക്രെഡിറ്റ് നീഡ്സ് ഈ ഫോർമൽ സെക്ടർ ശരിയാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫോർമൽ സെക്ടർ എന്ത് ചെയ്യുന്നുള്ളൂ, ബാങ്കുകളായാലും കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ലോണൊക്കെ കൊടുക്കുന്നുള്ളൂ അല്ലെ. പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടുന്നില്ല, അവരുടെ ലോൺ കിട്ടുന്നില്ല. അവര് ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടർ, അതായത് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെയാണ് അവര് പുവർ ആയിട്ടുള്ള ആൾക്കാര് പൈസ ലോൺ എടുക്കുന്നത്. The remaining credit needs are met from informal sources. So ഇതാണ് റൂറൽ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് എന്ന് പറയുന്നത്. Most loans from informal lenders carry a very high interest rate. അല്ലെ, ഇൻഫോർമൽ ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഇൻട്രസ്റ്റ് ആണ് അല്ലെ, അവർക്ക് ഹൈ ഇൻട്രസ്റ്റ് ആണ്. ചീപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർമൽ ആയിട്ടുള്ള ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് ആണ്. And carry a very high interest rate and do little to increase the income of the borrowers. Thus, it is necessary that banks and cooperatives increase their lending, particularly in the rural areas. Rural areas il endu cheyanam, bankum cooperative avരുടെ lending increase cheyanam, so that the dependence on informal sources of credit endu cheyum, reduce cheyum. So, the dependence on the informal sources of credit reduces. Secondly, while formal sector loans need to expand, it is also necessary that everyone receive these loans. അല്ലെ, ഫോർമൽ സെക്ടറിൽ തന്നെയും ലോൺസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ ആൾക്കാർക്കും എന്ത് കിട്ടണം, അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം. Everyone receives these loans. At present, it is the richer households who receive formal credit, whereas the poor have to depend on the informal sources. It is important that the formal credit is distributed more equally so that the poor can benefit from the cheaper loans. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ബ്രീഫ് ചെയ്യാൻ പറ്റുക? നമ്മൾ നോക്കിയ സമയത്ത് ലോൺസിന് രണ്ട് സെക്ടർ ഉണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്ട്രക്ചർ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, ലോൺ എന്ന് പറയുന്നത് ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട് അല്ലെ. ഫോർമൽ എന്ന് പറയുന്നതാണ് ബാങ്ക്, കോപ്പറേറ്റീവ്സ് ഒക്കെ. ഇൻഫോർമൽ എന്ന് പറയുന്നതാണ് മണി ലെൻഡേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എംപ്ലോയേഴ്സ് ഒക്കെ അല്ലെ. അപ്പം ഈ ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ലോ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. ഇവര് അണ്ടർ RBI ആണ് അല്ലെ, RBI സൂപ്പർവിഷൻ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് ആണ് അല്ലെ,
ഹൈ ഇൻട്രസ്റ്റ് ആണ്, ലോ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് മെയിൻലി ആരാ എടുക്കുന്നത്? മെയിൻലി റിച്ച് പീപ്പിൾ ആണ് എടുക്കുന്നത് അല്ലെ, മെയിൻലി റിച്ച് പീപ്പിൾ ആണ് എടുക്കുന്നത്. ഇത് പുവർ പീപ്പിൾ ആണ്, സാധാരണ ആൾക്കാരാണ് പുവർ പീപ്പിൾ അല്ലെ. അപ്പം ഈ ഫോമൽ എന്ന് പറയുന്നത് ലോ ഇൻട്രസ്റ്റിലുള്ള ലോൺസുകള് ബാങ്കും കോപ്പറേറ്റീവ്സും കൊടുക്കുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ആൻഡ് ഇൻഫോർമൽ ആയിട്ടുള്ള ലോണുകൾ എടുക്കുന്നത് പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. ആ പുവർ ആയിട്ടുള്ള ആൾക്കാര് ഇങ്ങനത്തെ ലോണുകൾ എടുക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? ഹൈ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോമൽ സെക്ടർ എന്ത് ചെയ്യണം? കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. ഫോമൽ സെക്ടർ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഹൈ ബിസിനസ് ക്ലാസ്സുകാർക്കും എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തന്നെ ഈ പാവപ്പെട്ട ആൾക്കാർ അല്ലെ, പുവർ ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യണം? ലോണ് കൊടുക്കാനുള്ള സെറ്റപ്പ് അല്ലെ. അവർക്ക് ചെറിയ രീതിയിലുള്ള കൃഷിയാണെങ്കിലും ബിസിനസ് ഒക്കെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഈ പുവർ ആയിട്ടുള്ള ആൾക്കാർക്കും ആര് കൊടുക്കണം? ഫോമൽ സെക്ടർ കൊടുക്കണം. ആൻഡ് ഓൾസോ എന്ത് ചെയ്യണം? കൂടുതൽ ഡെപ്പോസിറ്റേഴ്സിന് ഈ ഫോമലില് എന്ത് ചെയ്യണം? കൂടുതൽ ഡെപ്പോസിറ്റേഴ്സിന് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. റൂറലുള്ള ആൾക്കാർക്കും കൂടെ എന്ത് ചെയ്യണം? റൂറലിലുള്ള പുവർ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെ അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മാറ്റണം. ഓക്കെ, അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫോർ ദി പുവർ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫോർ ദി പുവർ. Poor households are still dependent on informal sources അല്ലെ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് for the poor. Poor households are still dependent on the informal sources. ഞാൻ പറഞ്ഞു ഇൻഫോർമൽ ആണ് പുവർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ബാങ്ക്സ് ആർ നോട്ട് പ്രസന്റ് എവ്രിവെയർ ഇൻ റൂറൽ ഇന്ത്യ അല്ലെ. റൂറൽ ഏരിയാസിലാ, ഇന്ത്യന്റെ റൂറൽ ഏരിയാസിലാ എല്ലായിടത്തും ഇപ്പോഴും എന്തില്ല? ബാങ്കുകളില്ല. Even when they are present, getting a loan from a bank is much more difficult than taking a loan from informal sources. എന്തുകൊണ്ടാണ് പുവർ ആയിട്ടുള്ള ആൾക്കാര് ഇൻഫോർമൽ ലോൺസ് എടുക്കുന്നത്? ഇൻഫോർമൽ സെക്ടറിലെ ലോൺസ് എടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോമൽ സെക്ടറിൽ നിന്നുള്ള ലോൺസ് കിട്ടുന്നത് ഭയങ്കര പാടാ, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അവർക്ക് ഹൈ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് എവിടുന്ന് കിട്ടും? ഇൻഫോർമൽ സെക്ടറിന് അവർക്ക് പൈസ കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻഫോർമൽ സെക്ടറിൽ അപ്പോഴത്തെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ഈസിലി കിട്ടുന്ന ഇൻഫോർമൽ സെക്ടറിന്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. As we saw for മേഘ എന്ത് ചെയ്തിരുന്ന? വീട് വാങ്ങിയില്ലേ. വീട് വാങ്ങാൻ വേണ്ടിയിട്ട് മേഘ എന്ത് ചെയ്തു? അവരുടെ എംപ്ലോയ്മെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ സാലറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലോണിന് കാണിച്ചു കൊടുത്തു. As we saw for Megha, bank loans require proper documents and collateral. Absence of collateral is one of the major reasons which prevents the poor from getting bank loans. അപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുക്കണം അല്ലെ. എന്തെങ്കിലും ഒരു കൊളാറ്ററൽ അല്ലെങ്കിൽ ഒരു സാധനം, ലാൻഡിന്റെയോ വെഹിക്കിളിന്റെയോ ഹൗസിന്റെയോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്യണം? ബാങ്കിന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പം അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അപ്പൊ പുവർ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാൻഡോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും അവർ ഓൺ ചെയ്യുന്ന സാധനം അവര് ബാങ്കിന് കൊടുക്കും, എന്നിട്ട് ബാങ്ക് പൈസ കൊടുക്കും. പക്ഷെ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൊളാറ്ററൽ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് ഇൻഫോർമൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻഫോർമൽ ലെൻഡേഴ്സ് such as money lenders on the other hand know the borrowers personally and hence are often willing to give a loan without collateral. ഇപ്പം ഇൻഫോർമൽ ലെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കടം വാങ്ങിക്കുന്ന ആൾക്കാരെ പേഴ്സണലി അറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലെ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ അല്ലേ പറഞ്ഞേ. അപ്പം പേഴ്സണലി അറിയുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യില്ല? കൊളാറ്ററൽ ഒന്നും വാങ്ങിക്കലും ഉണ്ടാവില്ല. The borrowers can, if necessary, approach the money lenders even without repaying their earlier loans. ഇപ്പൊ ബറോവർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കട ഒന്നും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലെൻഡേഴ്സിന്റെ അടുത്ത് ഇൻഫോർമൽ സെക്ടറിൽ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ പൈസേന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള മണി ലെൻഡർ എന്ത് ചെയ്യും? കുറച്ചും കൂടെ പൈസ കൊടുക്കും. നേരത്തെ പൈസ അടച്ചു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പൈസ കൊടുക്കും. പക്ഷെ ബാങ്ക് അങ്ങനെ കൊടുക്കില്ല. ബാങ്കിന്റെ പൈസ വൺസ് ഫിനിഷ് ചെയ്താൽ മാത്രമേ ബാങ്കിന്റെ ഒരു പ്രോട്ടോകോൾ തീർത്താലും നമുക്ക്
നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും? പൈസേന്റെ അയാള് റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും പൈസ കൊടുക്കും. വീണ്ടും വീണ്ടും പൈസ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്? വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റും കിട്ടും അല്ലെ? വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റും ഇൻഫോർമൽ സെക്ടറിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂട്ടി വീണ്ടും വീണ്ടും ബറോവേഴ്സിന് പൈസ കൊടുത്തോണ്ടിരിക്കും. However, the money lenders charge very high rate of interest അല്ലെ? High rate of interest, keep no records of the transactions and harass the poor borrowers. എന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ബറോവേഴ്സിനെ എന്ത് ചെയ്യും? ഹരാസ് ചെയ്യാണ് ചെയ്യുന്നത് മണി ലെൻഡേഴ്സ്. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ പഠിച്ചത്? നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് ഈ സെക്ഷനില്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് ബാങ്കും കോപ്പറേറ്റീവ്സ് ഒക്കെ വരുന്നതാണ്. ലോ ഇൻട്രസ്റ്റില് എന്തെങ്കിലും ഒരു കൊളാറ്ററൽ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ലോൺസ് തരും. പക്ഷെ ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എംപ്ലോയേഴ്സ്, അങ്ങനത്തെ ആൾക്കാർ, മണി ലെൻഡേഴ്സ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം പുവർ ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും കൊളാറ്ററൽസ് ഒന്നും വെക്കാനില്ലാത്ത ആൾക്കാർ ആരുടെ അടുത്തായിരിക്കും പോവുക? ഇൻഫോർമൽ സെക്ടേഴ്സിന്റെ അടുത്തായിരിക്കും പൈസയ്ക്ക് വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് ഫോർമൽ സെക്ടർ എന്ത് ചെയ്താൽ മതി? കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് റൂറൽ പീപ്പിളിനും കൂടെ അല്ലെ റൂറലിലുള്ള പുവർ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി അവരുടെ സേവനങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി അല്ലെ? കൊളാറ്ററൽസ് ഒക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് അതിനുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് എല്ലാ ആൾക്കാർക്കും എന്തായിരിക്കും? ഈ ഒരു ഡെപ്റ്റിൽ നിന്നും ട്രാപ്പിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പറയുന്ന കാര്യങ്ങളും മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. നമുക്ക് ഇതിനൊരു വേറൊരു ലാസ്റ്റ് ഒരു ഫൈനൽ സെക്ഷനും കൂടെ പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ പറയാം. ഓക്കെ, താങ്ക് യു.